അള്ളാഹ് ഏറ്റെടുത്തിനോ? ലോകം മുഴുവനും നമുക്കെതിരായാലും ഏത് അക്രമകാരികൾ മറുപക്ഷത്തുണ്ടെങ്കിലും അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മോമിനീങ്ങൾക്ക് എന്ത് ഭയപ്പാടുണ്ടാവാനാ? ശത്രുക്കൾ തലങ്ങും വിലങ്ങും പാറിക്കളിക്കുന്നുണ്ട്. 100 ഒട്ടകത്തിന്റെ ഇനാം പ്രഖ്യാപനം കേട്ടിട്ട് വട്ടമിട്ട് പറക്കുകയാണ് മദീനയുടെയും മക്കയുടെയും ഇടയിലുള്ള ശത്രുക്കൾ. അപ്പോഴാണ് സൗർ ഗുഹയുടെ മുകളിൽ അവരെത്തിയത്. അവർ ആരെയാ അന്വേഷിക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയുമാണ്. അന്വേഷിക്കുന്ന സംഘത്തിന്റെ ആ കാൽ എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ കാലിന്റെ തൊട്ടു താഴെയുള്ള ഗുഹയിൽ അവർ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. ശത്രുക്കൾ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. അപ്പോഴാണ് കൂടെ ഉള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താഴെ എന്ന് നബി തങ്ങളോട് പറയണത്, അവർ ഉപകരണങ്ങൾ എടുത്തിട്ടോ വേറെ സംവിധാനങ്ങൾ എടുത്തിട്ടോ നമ്മളെ നോക്കൊന്നും വേണ്ട. അവരുടെ തല ഒന്ന് ചെരിച്ച് അവരുടെ കാലിലേക്ക് നോക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ലറആന, നമ്മളെ കാണും നബിയേ. എന്താ തങ്ങളുടെ മറുപടി? കാണുമൊന്നും ചെയ്യില്ല. കാണൂല. അതെന്താ കാണാത്ത? ഇന്നല്ലാഹു മഅനാ, നമ്മളൊന്നിച്ച് അല്ലാഹുണ്ട്. എന്തേ നമ്മളൊന്നിച്ച് അല്ലാഹുണ്ട്? അല്ലാഹ്. ആ വിചാരമുള്ള ഒരു മനുഷ്യനെ എങ്ങനെ പേടിയുണ്ടാവാനാ? അത് ഏത് ബില്ല് വന്നാലും, ഏത് മിസൈൽ വന്നാലും, ഏത് ആരോപണം വന്നാലും, എത്ര ബിസിനസ് പൊട്ടിയാലും, എത്ര പ്രയാസം വന്നാലും, അല്ലാഹ് എന്ന തവക്കുലിന്റെ മന്ത്രമുള്ള മനുഷ്യന് എന്തു ടെൻഷൻ ആവാനാ? അയാൾ എങ്ങനെ ആത്മഹത്യയെ കുറിച്ച് ആലോചിക്കണത്? അയാൾക്ക് എങ്ങനെ നിരാശയുടെ ലോകത്തേക്ക് പോകാൻ തോന്നുന്നത്? നബിയെ നമ്മളെ കാണുമെന്ന് പറയുമ്പോൾ നബി തങ്ങളുടെ പ്രഖ്യാപനം, കാണില്ല അബൂബക്കറെ, ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്. ശത്രുക്കൾ താഴെ ഇറങ്ങി ഇതേ ഗുഹയുടെ മുഖത്തേക്ക് തന്നെ നോക്കി, കേറി നോക്കിയാലോ എന്നൊരു ചർച്ച. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പെട്ട ശത്രു ഈ പറഞ്ഞ ആളെ മണ്ടനാക്കുന്ന വർത്താനാ പറയണത്. എന്ത് പൊട്ടത്തരാണ് പറയണത്? ചിലന്തി വലയുള്ള ഒരു ഗുഹയിൽ എങ്ങനെ ഒരാൾ കേറിയാ പിന്നെ ആ ചിലന്തി വല അവിടെ ബാക്കിയുണ്ടാവോ? പിന്നെ പ്രാവതല്ലേ മുട്ട ഇട്ടിട്ട്? എത്താടാ ഈ പറയണത്?